അഹമ്മദാബാദിൽ ജനവാസ മേഖലയിൽ വിമാനം തകർന്നു വീണു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രാ വിമാനമാണ് തകർന്നു വീണത്. വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായത്. 200ഓളം യാത്രക്കാരുണ്ടായിരുന്നെന്നാണ് സൂചന. സായികുമാർ വിവരങ്ങളുമായി. സായികുമാർ, വലിയ ദുരന്തമാണോ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് തന്നെ അത് തകർന്നു വീഴുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലവിൽ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അത് യാത്രാ വിമാനമാണ്. ഏകദേശം 180ലധികം യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പുറത്തുവന്ന ആദ്യ ദൃശ്യങ്ങളിൽ തന്നെ വലിയ രീതിയിൽ പുക ആ പ്രദേശങ്ങളിലാകെ വ്യാപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നത്. പറന്നുയർന്ന ഉടൻ തന്നെ ആ വിമാനം തകരുകയായിരുന്നു. ജനവാസ മേഖലയിൽ നിന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വിമാനത്തിലുള്ളവരും ആ ജനവാസ മേഖലയിലുള്ളവരും അപകടത്തിൽപ്പെട്ടു എന്ന് കരുതേണ്ടതുണ്ടോ? വിമാനത്തിൽ 200 പേരുണ്ടായിരുന്നു, 200-നടുത്ത യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ള വിവരമാണല്ലോ ഇപ്പോൾ വരുന്നത്. തീർച്ചയായും ആ രീതിയിൽ അതിന്റെ തീവ്രത ഉയരും എന്ന് തന്നെയാണ് സ്മൃതി നമ്മൾ മനസ്സിലാക്കുന്നത്. മേഘാനി മേഖലയിലെ ജനവാസ മേഖലയിലാണ് ഈ വിമാനം തകർന്നു വീണത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ഇപ്പോൾ ഏത് വിമാനമാണ്, എങ്ങനെയാണ് ഈ അപകടം എന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ശരി, ഞാൻ വരാം സായി. ഇപ്പോൾ PR സുനിൽ വിവരങ്ങളുമായി. PR സുനിൽ, ഇപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്ന വലിയ അപകടം 180 യാത്രക്കാരെന്ന് പറയുന്നു. ഇത് ജനവാസ കേന്ദ്രത്തിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് പ്രാഥമികമായി? സ്മൃതി, എന്തായാലും ടേക്ക് ഓഫിനിടെയാണ് ഈ വിമാനം തകർന്നത് എന്ന റിപ്പോർട്ടുകളാണ് പ്രാഥമികമായി പുറത്തുവരുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 150 മുതൽ 200 വരെ യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടാകാം എന്നാണ് കരുതുന്നത്. ഒഫീഷ്യൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ജനവാസ കേന്ദ്രത്തിൽ ഈ വിമാനം തകർന്നു വീണു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഈ എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ടേക്ക് ഓഫിനിടെ വിമാനം തകരാറിലായി പിന്നീട് വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ വലിയ തീയും പുകയും ഒക്കെ തന്നെ ഈ അഹമ്മദാബാദിൽ നിന്ന് ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കാഷ്വാലിറ്റി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ 7 ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം മാത്രമേ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആദ്യത്തെ ദൃശ്യങ്ങൾ മാത്രമാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫ്ളാറ്റ് സമുച്ചയമൊക്കെയാണോ ഇതിനടുത്തുള്ളത്? സ്മൃതി, അങ്ങനെ നമുക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ നിലയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് മറ്റ് വലിയ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നതൊക്കെ തന്നെ അല്പസമയത്തിനകം മാത്രമേ നമുക്ക് വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഒരു യാത്രാ വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. അത് എയർ ഇന്ത്യ വിമാനമാണ്. ആ എയർ ഇന്ത്യ വിമാനത്തിൽ 150-ലേറെ യാത്രക്കാർ ഉണ്ട് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. ഏതായാലും മേഖല കൂടിയാണ്. സുനിൽ, 5 ഫയർ ഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്. 7 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. 7 ഫയർ എഞ്ചിനുകൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. തീ അണയ്ക്കാനുള്ള ശ്രമം. പക്ഷേ ഇത് അപകടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുകച്ചിരലുകളാണ്. വിമാനം തകർന്നു വീണിരിക്കുന്നു. യാത്രക്കാരുടെ കാര്യത്തിലൊക്കെ ആശങ്കയാണ്. 180 യാത്രക്കാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇന്ത്യക്കാരായിരിക്കും സ്വാഭാവികമായി. ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ടവർ. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഈ വിമാനവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നേയുള്ളൂ അല്ലേ? തീർച്ചയായും സ്മൃതി, ഇതൊരു ആദ്യഘട്ടമാണ്. ഏതായാലും ഇത് വിമാനം ഏതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആ വിമാനത്തിൽ ഏതൊക്കെയാണ് യാത്രക്കാർ, ആരൊക്കെയാണ് യാത്ര ചെയ്തതെന്നൊക്കെ എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ ശ്രമം എന്നത് പരമാവധി രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ്. ഏതായാലും ആ രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഈ തീ അണയ്ക്കാനും ഒക്കെയുള്ള വലിയ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അല്പസമയം മുമ്പാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ള കാര്യം വലിയ ദുരന്തമാകാതെ രക്ഷപ്പെടട്ടെ. 180 യാത്രക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പരിക്കേറ്റവരുണ്ട്. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്ന പുതിയ വിവരം കൂടി വരിക.